something like case studies. Case studies. I'm going to tell you a love story. Arathi, who was born and brought up in the city, only daughter of a multi-millionaire. Okay? Ravi, born and brought up in a village to a poor man and woman, but he was very studious. പഠിക്കാൻ മിടുക്കനായിരുന്നു. അപ്പോൾ പ്രൈമറി സ്കൂളിൽ നന്നായിട്ട് പഠിച്ചു, സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ ഹൈസ്കൂളിലേക്ക് പോയി, ഹൈസ്കൂളിൽ നന്നായിട്ട് പഠിച്ചു, സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ +2 ഡിഗ്രി PG എല്ലാ സ്കോളർഷിപ്പോടെ പഠിച്ചവൻ കയറി വന്ന് കെമിസ്ട്രിയിൽ PhD ചെയ്യാണ്. ഈ കെമിസ്ട്രിയിൽ PhD ചെയ്യുമ്പോൾ അവൻ്റെ ഫൈൻഡിങ്സ് സിറ്റിയിൽ നടക്കുന്ന ഒരു സയൻസ് എക്സിബിഷനിൽ അവൻ പ്രസന്റ് ചെയ്യാണ്. സിറ്റി കോളേജിൽ നിന്ന് കുട്ടികൾ ഈ എക്സിബിഷൻ കാണാൻ വന്നിരിക്കുകയാണ്. രവിയുടെ സ്റ്റോളിലും എത്തുന്നു. അങ്ങനെ വന്ന കോളേജ് കുട്ടികളുടെ കൂട്ടത്തിൽ ആരതി വന്നു. ആരതി നഗരത്തിലെ എന്താ പറയുക, വനിതകൾക്കായിട്ടുള്ള കോളേജിൽ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PG ലെവൽ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. കണ്ട ഉടനെ അവർ പ്രണയബദ്ധരായി. പിന്നെ അവർ വിളിയായി, ചാറ്റായി. വീട്ടുകാർ പെട്ടെന്ന് സീനിൽ ഇടപെട്ടു. നോക്കുമ്പോൾ രണ്ടുപേരും റാദർ അക്കംപ്ലിഷ്ഡ്. ഫിനാൻഷ്യൽ ഇഷ്യൂ ഒരിടത്തുണ്ടെങ്കിലും മറ്റേടത്തുള്ളത് അത് മേക്കപ്പ് ചെയ്യും. പയ്യൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ല മിടുക്കനാണ്. എല്ലാം കൊണ്ടും പേരൻസ് തമ്മിൽ ആലോചിച്ച കല്യാണം അങ്ങ് നടത്തി. രണ്ടു പേർക്കും വന്യത ഇഷ്ടമാണ്, വൈൽഡ്നെസ് ദേ ലൈക്ക്. ഓക്കെ, ഇനി കേട്ടോളൂ. ആരതി ചിത്രകാരിയാണ്, പെയിന്ററാണ്. അപ്പോ ഗ്രാമത്തിലെ വന്യതയിൽ വളർന്ന രവിക്ക് വന്യത ഇഷ്ടമാണ്. ചിത്രകല അഭ്യസിക്കുന്ന ആരതിക്ക് വന്യത ഇഷ്ടമാണ്. I hope you understood what is വന്യത. They decide, let our honeymoon be in the wild. അപ്പോൾ ഫോറസ്റ്റിൽ, ഉൾക്കാട്ടിൽ ഉള്ള ഒരു റിസോർട്ടിലാണ് അവർ ഹണിമൂൺ ഫിക്സ് ചെയ്യുന്നത്. അവിടെ ഹണിമൂൺ ഇങ്ങനെ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 6ാമത്തെ ദിവസം വില്ലൻ വരുന്നു. ആരാണ് വില്ലൻ? പോസ്റ്റ്മാൻ. അമേരിക്കയിൽ നടക്കുന്ന ഒരു സയൻസ് കോൺഗ്രസിൽ രവിയുടെ പേപ്പർ അവതരണത്തിന് വിളിച്ചുകൊണ്ടാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ടിക്കറ്റും വിസയും വരും. ബി റെഡി ഫോർ ദ ജേണി. കല്യാണം കഴിഞ്ഞ വിവരം അവരറിഞ്ഞിട്ടില്ല. ടിക്കറ്റും വിസയും വരുന്നത് ഒരാൾക്കാണ്. അപ്പോൾ രവിക്ക് വേണമെങ്കിൽ ആ കോള് ഡിക്ലൈൻ ചെയ്തിട്ട് ഹണിമൂൺ തുടരാം, അല്ലെങ്കിൽ ഹണിമൂൺ പാതിക്ക് നിർത്തിയിട്ട് രവിക്ക് പ്രോഗ്രാമിന് പോകാം. രവി ഡിസൈഡ്സ് ടു ഗോ. പക്ഷേ പോകുന്നതിന് മുൻപ് രവി ഉറപ്പ് വരുത്തുന്നു, ആരതി ഒരു കാര്യത്തിലും വിഷമിക്കൂല. അപ്പം ആ വീട്ടിൽ ഹണിമൂണിനായിട്ട് അവർ തിരഞ്ഞെടുത്ത ആ റിസോർട്ടിൽ എല്ലാം ഒരുക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ, കുടിക്കാനുള്ള പാനീയങ്ങൾ, പെയിന്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, വായിക്കാനുള്ള പുസ്തകങ്ങൾ, കാണാനുള്ള സിനിമകളുടെ DVD-കൾ, എന്തൊക്കെ ഒരുക്കാമോ അതൊക്കെ ഒരുക്കുന്നു. എല്ലാം ഒരുക്കി രവി പോകാൻ നേരത്ത് കാറിൻ്റെ കീ കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ സ്ഥലം അത്ര സേഫ് അല്ല. ദിസ് പ്ലേസ് ഈസ് നോട്ട് ദാറ്റ് സേഫ്, സോ ഡോണ്ട് ഗെറ്റ് ഔട്ട്. പുറത്തിറങ്ങരുത്. ഇനി എമർജൻസി വന്നാൽ ഉപയോഗിക്കാനായിട്ട് കാർ ഇന്നാ പിടിച്ചോ. ചാവി കൊടുക്കുകയാണ്. കാറിൻ്റെ ടാങ്കിൽ ഫുൾ പെട്രോളും ഉണ്ട്. രവി ഗോസ്. കഥയിൽ ചോദ്യങ്ങളൊന്നുമില്ല കേട്ടോ. രവി പോയി. 1 ദിവസം, 2 ദിവസം, 3 ദിവസം ആരതി എങ്ങനെയൊക്കെ കഴിച്ചുകൂട്ടി. 4ാം ദിവസം ആയപ്പോഴേക്കും അവൾ ബോർഡായി. അവൾ പുറത്തിറങ്ങി നോക്കിയപ്പം ഭയങ്കരമായിട്ടുള്ള, നമ്മൾ പറയില്ലേ, കണ്ണഞ്ചിപ്പിക്കുന്ന ടൈപ്പ് വന്യതയാണ്. അപ്പം ഇവള് പ്രാഗാണ്.
ഭർത്താവിനെ. എന്താണ്, ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണോ എന്നോട് അകത്തിരിക്കാൻ പറയുന്നത്? എന്നോട് പുറത്തിറങ്ങി കാണാനെങ്കിലും പറയാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ നടന്ന് കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പം ഒരു പുഴവക്കത്തെത്തി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുഴവക്ക എൻജോയ് ചെയ്ത് നിൽക്കുമ്പം കണ്ടു, പുഴയ്ക്ക് കുറുകെ ഒരു പാലം ഉണ്ടെന്ന് കണ്ടു. അപ്പം തോന്നി കാറയിൽ ആ പാലത്തെ കയറ്റണം. പാലത്തെ കയറ്റി. പാലത്തിൻ്റെ നടുവിൽ നിന്നപ്പോൾ കണ്ടു ഓപ്പോസിറ്റ് ബാങ്കിൽ ഒരാൾ ക്യാൻവാസിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്. ആരതിക്ക് ഇതിപ്പരം എന്തേലും വേണ? ചിത്രകാരിയായ ആരതി അങ്ങോട്ട് ചെല്ലുകയാണ്. ഒരു ആർട്ടിസ്റ്റ് പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ സിറ്റ്സ് ദെയർ ഓൺ ദ ലോൺ ആൻഡ് ഷീ വാച്ചസ് ഹിം പെയിൻറ്റിങ്. ആദ്യ ദിവസം ഒന്നും മിണ്ടുന്നില്ല. രണ്ടാം ദിവസം വീണ്ടും അവൾ രാവിലെ ഭക്ഷണവും ഒക്കെ പാക്ക് ചെയ്ത് വരികയാണ്. വീണ്ടും ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യുന്നു. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുന്നു. പെട്ടെന്ന് അവരുടെ ഇടയിൽ മഞ്ഞുരുകി. അവർ തമ്മിൽ പരിചയപ്പെട്ടു. രണ്ടുപേരും നല്ല ചിത്രകലയിൽ താല്പര്യമുള്ളവരാണ്. രണ്ടുപേരും വരയ്ക്കുന്നത് ലാൻഡ്സ്കേപ്പുകളാണ്. രണ്ടുപേരും ഒരേപോലുള്ള പെയിൻറ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവർ നല്ല സുഹൃത്തുക്കളായി, ഒരു കറയും ഇല്ലാത്ത നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആരതി ഈ റിസോർട്ടിലായിരിക്കുമ്പോൾ പെട്ടെന്ന് മെസ്സേജ് വരികയാണ്. രവിയുടെ മെസ്സേജ് വരികയാണ്, ഐ വിൽ കം ബാക്ക് ഇൻ 2 hours. അപ്പോൾ ആരതിക്ക് പെട്ടെന്ന് മനസ്സിലൊരു ചിന്ത, തൻ്റെ നല്ല സുഹൃത്തിനോട് ബൈ പറഞ്ഞില്ലല്ലോ, ബൈ പറയണമെന്നൊരാഗ്രഹം. അങ്ങനെ കാറെടുത്ത് വീണ്ടും പോവാണ്. പോയി സുഹൃത്തിനോട് ബൈ പറഞ്ഞു. ഇത്രയും ദിവസം നല്ല കമ്പാനിയൻഷിപ്പ് തന്നതിനൊക്കെ നന്ദി പറഞ്ഞു. തിരിച്ചു പോരാൻ നേരത്ത് രണ്ടാമത്തെ വില്ലൻ. കെൻ യു ഗെസ്? ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ. മഴ കാര്യമാക്കാതെ ആരതി വന്നു. പാലത്തേലേക്ക് വണ്ടി കയറ്റാൻ തുടങ്ങിയതും മൂന്നാമത്തെ വില്ലൻ, പാലം ഗാർഡ് ചെയ്യുന്ന ഗാർഡ് വന്നിട്ട് പറയുകയാണ്, പാലം അപകടത്തിലാണ്. ദ ബ്രിഡ്ജ് ഈസ് ഇൻ ഡേഞ്ചർ. സോ ഇഫ് യു ഗെറ്റ് ഇൻ ടു ദ ബ്രിഡ്ജ് വിൽ കൊളാപ്സ്. അയാൾ തടഞ്ഞു. അതുകൊണ്ട് സ്ത്രീ തിരിച്ചു വന്നിട്ട് ചങ്ങാടക്കാരുണ്ടോ നോക്കുകയാണ്. സംബഡി ഹു വിൽ ടേക്ക് ദ വെഹിക്കിൾ ആൻഡ് പേഴ്സൺ അക്രോസ്. ചങ്ങാടക്കാരനെ കണ്ടെത്തി. ചങ്ങാടക്കാരൻ പറയുകയാണ്, വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ചങ്ങാടം ഇറക്കാൻ, എങ്കിലും നിങ്ങൾ പറയുന്നതല്ലേ ഞാൻ ഇറക്കാം, ബട്ട് പേ മീ 50 rupees. എനിക്ക് 50 രൂപ തരണം. ആരതിക്ക് രവി എല്ലാം കൊടുത്തിരുന്നു, പണമൊന്നും കൊടുത്തിരുന്നില്ല. പണമൊന്നും കൊടുത്തിരുന്നില്ല. അപ്പം ആരതി പറയുന്നുണ്ട്, ഞാൻ വേണേ മാല ഊരിത്തരാം, ഞാൻ വേണേ വാച്ച് തരാം, അല്ലെങ്കിൽ 50 അല്ല 500 ഞാൻ തരാം, ഞാൻ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് എത്തിച്ചു തരാം. ചങ്ങാടക്കാരൻ പറയുന്നു, എൻ്റെ കുടുംബത്തിന് ഇന്ന് കഞ്ഞിക്കുള്ള വകയാണിത്, 50 രൂപ തന്നാലേ ഞാൻ ഇറക്കുള്ളൂ. അവളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അവൾ ചെന്ന് ചിത്രകാരനോട് ചോദിക്കുന്നു. ഷീ ഈസ് ആസ്കിങ് ദി ആർട്ടിസ്റ്റ് ടു ഗീവ് ഹെർ സം 50 rupees. ചിത്രകാരൻ പറയുന്നു, വി ഹാവ് വെരി ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, ഐ ഡോണ്ട് വാണ്ട് ബിസിനസ് ടു കം ഇൻ ടു ദ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ പണം തന്നാൽ ഞാൻ തന്ന ആളും നിങ്ങൾ ഡെറ്ററുമാകും, കടക്കാരനുമാകും, അതുകൊണ്ട് കടക്കാരിയുമാകും. അത് എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ടു മിക്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബിസിനസ്, സോ ഐ വിൽ നോട്ട് ലെൻഡ് യു മണി. ഇത് കേട്ട് നിരാശയായി ആരതി കാറെടുത്ത് ബ്രിഡ്ജിലേക്ക് ഓടിച്ച് കയറ്റി. ബ്രിഡ്ജിൻ്റെ നടുവിലെത്തിയപ്പോൾ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തു. ആരതിയും കാറും ഒഴുക്കിൽപ്പെട്ടു. ആരതി മരണമടഞ്ഞു. ഇത് വാസ്തവത്തിൽ നടന്ന ഒരു കേസാണ്. ഇത് CBI എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി കേരളത്തിൽ വന്നിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ടോബി, ഡു യു ഹാവ് എനി ക്ലൂ അബൌട്ട് ഇറ്റ്? അപ്പം ഞാൻ വിചാരിച്ചു, നിങ്ങളിവിടെ വരുന്നുണ്ടല്ലോ, നിങ്ങളെ ഏൽപ്പിക്കാം അന്വേഷണം. Okay, now you should investigate and tell me so that I can relay the information to him who is responsible for Aradhi's death. The possible answers are Aradhi, Ravi, Chitrakaran, Kadathukaran, guard, and the 6th option is Mattarengilum. Postman also.
Postman why? Poor man. He did his duty. സംഭവം ഇതാണ്, വെറുതെ ഒരു ചോദ്യം ചോദിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയല്ല. ഇത് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവരോട് നമ്മൾ പറയുക ഇതാണ്, ഒരു 7 മിനിറ്റ് സമയം കൊണ്ട് ഓരോ ഗ്രൂപ്പിലും ഒരു അഭിപ്രായത്തിലേക്ക് വരണം. അവിടെ തന്നെ തല്ലുണ്ടാവും. ഓക്കെ, വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ രഹസ്യമായിട്ട് ഓരോ ഗ്രൂപ്പിലെ അഭിപ്രായം അറിയും. വി വിൽ കം ടു നോ വിച്ച് ഗ്രൂപ്പ് ഹാസ് ഡിസൈഡഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ. വി വിൽ സെൻഡ് ദം ടു ഓപ്പോസിറ്റ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ രവി എന്ന് തീരുമാനിച്ച ഗ്രൂപ്പിനെ, അതിലെ മെമ്പേഴ്സിനെ ആരതി എന്ന് തീരുമാനിച്ച ഗ്രൂപ്പിലേക്ക് വിടും. ചിത്രകാരൻ എന്ന് തീരുമാനിച്ച ഗ്രൂപ്പിൽ നിന്ന് ആളെ രവി എന്ന് തീരുമാനിച്ച ഗ്രൂപ്പിലേക്ക് വിടും. അവിടെ ചെന്നിട്ട് അവർ ദേ വിൽ ട്രൈ ടു കൺവിൻസ് മൈ ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ, എന്നിട്ടോ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും ആരാണ്. എന്നിട്ട് ഏറ്റവും അവസാനം അതിന് ഒരു 7 മിനിറ്റ് കൊടുക്കും. ഏറ്റവും അവസാനം പബ്ലിക് ഡിബേറ്റ് പോലെയാണ്, നമ്മളും കൂടും. അപ്പം ആരെന്ത് പറഞ്ഞാലും ഓരോ ഗ്രൂപ്പിൽ നിന്ന് മാറി മാറി പറയാൻ പറയും. ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിന് മറുവാദം പറയും, നമ്മൾ പറയും. ഇപ്പം രവി എന്ന് പറഞ്ഞു അല്ലേ, രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കും, അവക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു? പറഞ്ഞിട്ടല്ലേ പോയെ, അപകടമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയെ, അവക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു? 2 മണിക്കൂറേ ഉള്ളു വരാനെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ? പിന്നീട് എപ്പോഴേലും കാണുമ്പോ പറഞ്ഞാ പോരെ. വി വിൽ ട്വിസ്റ്റ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു ലൈക്ക് ആരതി. ഓക്കെ, വേറൊരു ഗ്രൂപ്പ് വേറൊന്ന് പറയുമ്പോൾ അതിന് ഇത് പറയും. അങ്ങനെ കുറച്ച് നേരം ഡിഫറെൻ്റ് വ്യൂ പോയിന്റ്സിൽ നിർത്തും, ഉള്ളുമൊനയിൽ നിർത്തും. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഹൂ ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ? ഹൂ ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ? ആരതിയാണ്. ബന്ധുര കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ഈവൻ ഇഫ് യു ആർ ട്രാപ്ഡ് ഇൻ എ ഗോൾഡൻ കേജ്, കേജ് ഈസ് എ കേജ്. ഹ്യൂമൻ ബീങ്സ് വാണ്ട് ഫ്രീഡം. ആരാ? രവിയാണോ? അല്ല 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 എന്ന് നമ്മൾ പറഞ്ഞു പോയിട്ട് പ്രേമം തോന്നിയപ്പോഴേക്കും അവര് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണോ എന്ന് തിരിച്ചറിയാതെ വെപ്രാളപ്പെട്ട് അവരുടെ കല്യാണം നടത്തിയ മാതാപിതാക്കൾ ഉത്തരവാദികളല്ലേ? അല്ലേ? അല്ലേ? ആണോ? ഇനിയും കൃത്യം അവള് ബൈ പറയാൻ പോയ സമയത്ത് മഴ പെയ്യിച്ച ദൈവ ഉത്തരവാദിയല്ലേ? ഒരൊറ്റ മഴയ്ക്ക് കുലുങ്ങുന്ന രീതിയിൽ പാലം പണിത കോൺട്രാക്ടർ ഉത്തരവാദിയല്ലേ? ഓരോ തവണ ആളുകൾ വരുമ്പം നിർത്തി പറയാം, പാല അപകടത്തിലാണെന്ന് പറയാം, അവിടെ ഒരു ബാരിക്കേഡ് പണിയാതിരുന്ന ഗാർഡ് ഉത്തരവാദിയല്ലേ? ഇത്തരത്തില് ഒരു മഴയ്ക്ക് കുലുങ്ങുന്ന പാലം പണിയാൻ ആ കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് കൊടുത്ത സർക്കാർ ഉത്തരവാദിയല്ലേ? ആരാ ഫൈനലി ഉത്തരവാദി? I am responsible. Why? I could have made Arathi to live in the story, right? I killed her. ഇതെന്തിനെ ഉപയോഗിക്കാന്നറിയോ? ഒന്ന്, ഈ കഥയുടെ രസത്തില് അവരറിയാതെ വാദപ്രതിവാദങ്ങളിൽ പെട്ടു. സോ വെരി ഗുഡ് ഫോർ ഇൻഹിബിഷൻ എക്സസൈസ്. നാണം മാറും, പേടി മാറും, പ്രസംഗ പാഠവും വരും, തർക്കിക്കാനുള്ള കഴിവ് വരും, എക്സെട്ര എക്സെട്ര. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാമോ? പേഴ്സ്പെക്റ്റീവ്സ്. നമ്മൾ അറിയുന്ന ഭാഗമല്ല യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിവ് വരും. അതായത് ഏതൊരു പ്രശ്നത്തിനും പല മുഖങ്ങളുണ്ട് എന്ന് തിരിച്ചറിവ് വരും. നമ്മൾ കാണുന്നത് ആ പ്രശ്നത്തിൻ്റെ ഒരു വശം മാത്രമാണ് എന്ന തിരിച്ചറിവ് വരും. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ പെർസ്പെക്റ്റീവ് എക്സസൈസ്.
ഓക്കെ. ആരതി രവി കേരളത്തിൽ ഓടിയിട്ടുണ്ട്, ബട്ട് അധികം ഓടിയിട്ടില്ല. തമിഴ്നാട് വെരി റയർ. ഓൺലി ദിസ് സ്റ്റോറി ആൻഡ് ദിസ് എക്സസൈസ് ഹാസ് നോട്ട് ഗോൺ മച്ച് ഇൻ തമിഴ്നാട്. കേരള മേ ബി ലിറ്റിൽ ബിറ്റ്, പക്ഷേ പല ബെൽറ്റുകളിൽ ഇത് കേട്ടിട്ട് പോലും ഇല്ല. വി ആർ യൂസിങ് ഇറ്റ് റൈറ്റ് ഫ്രം 99 തൊട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ആ അത് കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചതേ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് പറഞ്ഞ സമയത്ത് ഇവർ തമ്മിലൊരു എക്സ്ചേഞ്ച് നടന്നു. അലീനയുടെ മുഖത്തൊരു എക്സൈറ്റ്മെന്റ് വന്നു. ഇത് നമ്മൾ പറയുന്ന രീതി കൊണ്ട് ഇത് പലവട്ടം കേട്ടവർ പോലും സംശയിക്കണം, അച്ഛൻ പറയുന്നത് ശരിയാണോ എന്ന് ഡൗട്ട് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് നമ്മൾ അവിടെ സീരിയസ് ആവണം. ഓക്കെ, സോ ദിസ് ഈസ് എ കേസ്. ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും ഇൻ്റർനെറ്റിൽ നിന്ന്. ഞാൻ ക്ലൂസ് തരാം, അതിൻ്റെ സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അതുപോലെയുള്ളത് കണ്ടെത്തണം.